തമിഴ് സിനിമകൾ അത് ആണ് വളരെ കുറച്ച് രസകരമായിട്ടുള്ളത്. അതായത് തമിഴിലെ കർണാടകയിലെ 3 ടോപ്പ് ഗ്രോസേഴ്സ്. ഫസ്റ്റ് ജയിലർ, പിന്നെ 2.0, യന്ത്രൻ 2.0, കൂലി, 3 രജനീകാന്ത് സിനിമകളാണ്. ഇതിൽ ജയിലറിൻ്റെ കളക്ഷൻ 71.5 കോടി, 2.0 54 കോടി, കൂലി 45 കോടി. ഇതിൽ ജയിലറും നമുക്കറിയാം ഏകദേശം 600 കോടിക്ക് മുകളിലാണ് ജയിലറിൻ്റെയും വേൾഡ് വൈഡ് കളക്ഷൻ. ഈ 600 കോടിയിലും ഒരു ചെറിയൊരു ശതമാനമേ ഉള്ളൂ, ഒരു 10% ഉള്ളൂ കർണാടകയിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത്. യന്ത്രനും ഇതുപോലെ തന്നെ 2.0 എനിക്ക് തോന്നുന്നു 650 കോടിക്ക് ഇരുന്ന അതിൻ്റെയും വേൾഡ് വൈഡ് കളക്ഷൻ. അതിൽ 54 കോടി, കൂലി 45 കോടി. അപ്പോൾ കൂലി ശരിക്കും ബോക്സ് ഓഫീസിൽ ലാഭമാണോ അല്ലയോ എന്ന് അറിയാൻ അതിൻ്റെ ഭയങ്കര ബഡ്ജറ്റായിരുന്നു. പക്ഷേ 500-600 കോടി രൂപ അതും കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ 45 കോടിയേ ഉള്ളൂ ഈ പറയുന്ന കർണാടകയിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് രജനീകാന്ത് എന്ന് പറയുന്ന ഒരു നടന് കർണാടകയിലുള്ള ഒരു മാർക്കറ്റാണ്. കാരണം മറ്റ് സിനിമകൾ നമ്മളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാന്താരയും KGF ഉണ്ട്. ടോളിവുഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രഭാസും അല്ലു അർജുനും ഉണ്ട്. ഇതിൽ പക്ഷേ തമിഴിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിലെല്ലാം രജനീകാന്ത് തന്നെയാണ്. അതിൽ വിജയില്ല. തമിഴ്നാട്ടിൽ എടുത്തു കഴിഞ്ഞാൽ ശരിക്ക് രജനിക്ക് ഒപ്പലും രജനിക്ക് മുകളിലോ ടോപ്പ് ഗ്രോസർ ആവുന്നത് ഇപ്പോൾ വിജയാണ്. പക്ഷേ കർണാടകയിൽ വന്നു കഴിഞ്ഞാൽ അത് രജനീകാന്തിൻ്റെ മാർക്കറ്റാണ് എന്നുള്ളത് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടതാണ്.